പ്രൈസ് ലോർഡ്. മോർണിംഗ് ഡ്രോപ്സിലേക്ക് അവർക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ. ഒരു പ്രഭാതം കൂടി ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി തന്നല്ലോ. അമ്മ അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. ആമേൻ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 44-ാമത്തെ വാക്യം 43-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്ന് അവന്റെ കൈയും കാലും ശീല കൊണ്ട് കെട്ടി മുഖം റൂമാൽ കൊണ്ട് മൂടിയിരുന്നു. അവന്റെ കെട്ടഴിക്കുവൻ, അവൻ പോകട്ടെ എന്ന് അവരോട് പറഞ്ഞു. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമുക്കറിയാമല്ലോ ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് യോഹന്നാൻ സുവിശേഷത്തിൽ ഹല്ലേലൂയ ദൈവം പറയുകയാണ്, ഒരു ലാസറെ കുറിച്ച് പറയുകയാണ്. ലാസർ യേശുവിന്റെ ഏറ്റവും നല്ല സുഹൃത്തായിരുന്നു, നല്ലൊരു കൂട്ടുകാരനായിരുന്നു. യേശു എപ്പോഴും കടന്നു വരുന്ന ഒരു ഭവനമായിരുന്നു ബഥാന്യ. ആ ബഥാനിയിലെ അവിടെ ആ സ്ഥലത്തെ ഭവനത്തിലായിരുന്നു ലാസറും മറിയയും മാർത്തയും പാർത്തുന്നത്. അവിടെ മാതാപിതാക്കൾ മരിച്ചുപോയെന്ന് വിശ്വസിക്കുന്നു. ആ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 മക്കളെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ആമേൻ. ആ 2 സഹോദരിമാര്, ഒരു സഹോദരന്. അങ്ങനെ യേശുപ്പച്ചൻ എപ്പോഴും അതുവഴി കടന്നു പോകുമ്പോൾ കയറുന്ന ഒരു ഭവനമായിരുന്നു ലാസറിന്റെ ഭവനം. എന്നാൽ ഒരു ദിവസം ഈ ലാസർ ദീനമായി കിടക്കുന്നു. അങ്ങനെ ദീനമായപ്പോൾ യേശുവിന്റെ അടുക്കിലേക്ക് തൻ്റെ 2 സഹോദരങ്ങളെ അയച്ചിട്ട് സഹോദരിമാർ പറഞ്ഞു, ആമേൻ, ഗുരു, ഇതുപോലെ നിങ്ങളുടെ കൂട്ടുകാരൻ, നിങ്ങളുടെ സഹോദരനായ ലാസർ സുഖമില്ലാതെ കിടക്കുകയാണ്, മരണാസനത്തിൽ കിടക്കുകയാണ്, നിങ്ങൾ വന്നാൽ സൗഖ്യമാകുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഹല്ലേലൂയ, യേശു അത് കേട്ടിട്ട് അന്ന് കൂടെ വന്നില്ല. അവിടെ തന്നെ ഇരുന്നിടത്ത് തന്നെ പാർക്കുവാനിടയെ. പ്രിയ സഹോദരങ്ങളെ, ആമേൻ, നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ ചിലപ്പോൾ പെട്ടെന്ന് മറുപടി കിട്ടിയില്ല എങ്കിൽ നമ്മൾ വിഷമിക്കേണ്ട. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് അതിന്മേലൊരു പദ്ധതി ഉണ്ടാകും. അങ്ങനെ പറഞ്ഞപ്പോൾ ലാസറിന് വളരെ ദീനമായെന്ന് പറഞ്ഞപ്പോൾ ആമേൻ, ഇത്രയും നല്ല കൂട്ടുകാരനായിരുന്ന ലാസറെ കാണുവാൻ യേശു കർത്താവ് ആ നിമിഷം വന്നില്ല. അതിന്റെ പിന്നിൽ വലിയൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാനുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. അങ്ങനെ ഇരുന്ന് അപ്പോൾ തന്നെ ലാസർ മരിച്ചു. ലാസറിനെ അടക്കി. അപ്പോൾ 4-ാമത്തെ ദിവസം യേശു കർത്താവ് യെരുശലേമിലേക്ക് ബഥാനിയയിലേക്ക് വരികയാണ്. ആമേൻ. അതായത് യഹൂദന്മാരുടെ മത ആചാരപ്രകാരം ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ആത്മാവ് 4 ദിവസത്തോളം ആ അന്തരീക്ഷ മണ്ഡലത്തിൽ കാണും. അത് ഹല്ലേലൂയ. അതുകൊണ്ട് അതിനുശേഷം മാത്രമേ ആത്മാവ് സ്വർഗത്തിലേക്ക് പോകുമെന്നാണ് യഹൂദന്മാരുടെ മതവിശ്വാസം. അതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞ്, ലാസറിന്റെ മരണം ദീനത്തിനായിട്ടല്ല, ലാസറിന്റെ രോഗം, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവനാമം മഹത്വപ്പെടുവാൻ അത്രയെന്ന് യേശു കർത്താവ് പറയുവാനിടയായി. അതുകൊണ്ടാണ് ആമേൻ ദൈവത്തിന്റെ മഹത്വം അവിടെ വെളിപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് യോഹന്നാന് ദീനം വന്നപ്പോൾ സൗഖ്യമാക്കുവാൻ ആ സമയത്ത് യേശു കർത്താവ് വരാതിരുന്നത്. ദൈവത്തിന് അറിയാം ഇത് അത്ഭുതം സംഭവിക്കേണ്ടതാണ്, ജനം ഇത് അറിയേണ്ടതാണ്. ഹല്ലേലൂയ. അങ്ങനെ 4-ാമത്തെ ദിവസം യേശു കർത്താവ് ബഥാനിയയിലേക്ക് വന്നപ്പോൾ മറിയയും മാർത്തയും എല്ലാ യഹൂദന്മാരും ഒരുമിച്ച് കരയുന്ന അവസ്ഥ അവരെ കാണുവാൻ കഴിഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, ഒരു കുടുംബത്തിന്റെ വേർപാടിന്റെ ദുഃഖമെന്ന് പറയുന്നത് നമുക്ക് മാനുഷ്യമായിട്ട് നോക്കിയാൽ വളരെ ദുഃഖം തന്നെയാണ്. ഒരു വേർപാട്, നമുക്കൊപ്പമായിരുന്ന ഒരു വ്യക്തി ഭൂമിയിൽ നെടുക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ആ ദുഃഖം ഹല്ലേലൂയ നമുക്ക് സഹിക്കുന്നതിൽ അധികമാണ്. എന്നാൽ അവിടെ എല്ലാം ദൈവത്തിന്റെ സമാധാനം കൊണ്ട് നമ്മെ ഓരോരുത്തരെയും നിറയ്ക്കും. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ മാർത്തയും മറിയയും വളരെ ദുഃഖത്തിലായിരുന്നപ്പോൾ യേശു പറഞ്ഞു, അവനെ വച്ചത് എവിടെയാണെന്ന് ചോദിച്ചു. അതായത് എവിടെയാണ് അടക്കിയിരിക്കുന്നതെന്ന്. അങ്ങനെ അവര് കല്ലറയ്ക്കൽ ചെന്നിട്ട് യേശു പറയുന്ന ഒരു വാക്കാണ് നാം ഇവിടെ വായിച്ചത്. ഹല്ലേലൂയ. ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, യേശുവിന്റെ വാക്കിന് അധികാരമുണ്ട്. കർത്താവ് മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്. രോഗികളെ സൗഖ്യമാക്കി ഇല്ലാത്തിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ദൈവമാണല്ലോ സകലവും ഉളവാക്കിയത്. അപ്പൊ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് ഒരു കല്ലറയ്ക്കൽ അവിടെ അപ്പം അവിടെ ചെന്നപ്പോൾ ആ കല്ലറ എന്ന് പറയുന്നത് അവിടെ ഒത്തിരി പേരെ അടക്കിയിട്ടുണ്ട്. ഒരു സെമിത്തേരി എന്ന് പറയാം. അതുകൊണ്ട് ഹല്ലേലൂയ, യേശു കർത്താവ് വിളിച്ചാൽ ഈ അടക്കിയിരിക്കുന്ന ശരീരങ്ങള് അസ്ഥി പോലും ദ്രവിച്ചു പോയതുപോലും മനുഷ്യൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വരുവാൻ ഇടയാകുക. അതുകൊണ്ട് യേശു കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? വ്യക്തിപരമായിട്ട് പേര് വിളിച്ചു, ലാസറെ പുറത്തു വരിക. ഹല്ലേലൂയ. ലാസറെ പുറത്തു വരിക.
അല്ലാതെ നോക്കിയിട്ട് സെമിത്തേരിയിൽ നോക്കിയിട്ട് നിങ്ങൾ പുറത്തു വരിക എന്ന് പറഞ്ഞാൽ എല്ലാ ശവകുടീരത്തിൽ നിന്നും ആ ആൾക്കാർ പുറത്തു വരിക. അതുകൊണ്ട് യേശുപ്പച്ചൻ പറഞ്ഞു ലാസറെ പുറത്തു വരിക എന്ന്. അപ്പോൾ ലാസർ കെട്ടപ്പെട്ടവനായി ആമേ പുറത്തു വന്നു. പ്രിയ സഹോദരങ്ങളെ, 4 ദിവസമായി ശരീരം നാറ്റം വെച്ച് അഴുകി തുടങ്ങി. 3 ദിവസം കഴിയുമ്പോൾ ശരീരം അഴുകി തുടങ്ങുമല്ലോ. ഇത് 4 ദിവസമായി വളരെ നാറ്റം വെച്ചു. അപ്പോൾ സ്വന്തം സഹോദരി പറഞ്ഞ, പിതാവേ 4 ദിവസമായി നാറ്റം വെച്ചു പോടി, ആമേൻ, ഇനി അങ്ങനെ ഇനി വരുമോ? എന്നാൽ ദൈവത്തിന് സകലത് സാധ്യമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. അങ്ങനെ 4 ദിവസമായി മരിച്ചടക്കപ്പെട്ട് ശരീരം അഴുകി മാറിയ ലാസറിനെ ആമേൻ ദൈവം പുറത്തു വരിക എന്ന അധികാരത്തിന്റെ ശബ്ദത്തോടെ വിളിച്ചപ്പോൾ ലാസർ പുറത്തു വന്ന്. അത് പുറത്തു വന്നത് എങ്ങനെയാണ്? ശരീരം മൊത്തം തുണി കൊണ്ട് കെട്ടിയിരുന്നല്ലോ. ആമേൻ ആ കെട്ടോടുകൂടി പുറത്തു വന്ന്. അപ്പോൾ ആ കെട്ടഴിക്കണമെങ്കിൽ ഒരു വ്യക്തി ആവശ്യമാണ്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളോട് സുവിശേഷം പറയാൻ ദൈവം എന്നെ ഉപയോഗിക്കുന്നത് പോലെ, അതായത് ഒരുവന്റെ കെട്ടഴിക്കണമെങ്കിൽ ഒരാൾ ആവശ്യമാണ്. നമ്മുടെ കെട്ടഴിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് ആമേ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് അതിനുശേഷം ദൈവം തന്റെ മക്കളെ അതിനായിട്ട് ഒരുക്കിയിരിക്കുന്ന നമ്മുടെ ഉത്തരവാദിത്തമാണ് മറ്റുള്ള സുവിശേഷം അറിയിക്കുക, രോഗികളെ സൗഖ്യമാക്കുക, അവരെ കണ്ണുനീരൊപ്പുക എന്നുള്ളത്. ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് പറഞ്ഞതുപോലെ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നറിയാമോ? ആ ലാസറിന്റെ കെട്ടുകൾ അഴിച്ചു. ലാസർ വീണ്ടും ജീവിക്കുവാനിടയായി. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നാം ആയിരിക്കുന്ന അവസ്ഥകളിൽ നമ്മളെ ജീവിപ്പിക്കുന്ന ദൈവം. മരിച്ച അവസ്ഥകൾ കൂടി നാം കടന്നു പോകുന്നുണ്ടോ? നമ്മുടെ ആത്മീയ ജീവിതത്തില്, നമ്മുടെ ഭൗതിക ജീവിതത്തില്, ഹല്ലേലൂയ, നമ്മുടെ വിഷയങ്ങളെല്ലാം നാം ആയിരിക്കുന്ന അവസ്ഥകളിൽ ഒരു മരിച്ചുപോയ നശിച്ചുപോയ അവസ്ഥയാണെങ്കിൽ ഇന്ന് അവിടെ നിന്ന് ഒരു ഉയർപ്പെടുമ്പുണ്ട്. ഹല്ലേലൂയ. ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഹല്ലേലൂയ. ഒരു തൈ പൊടിച്ചു വരുന്നത് പോലെ, ഒരു കുറ്റിയിൽ നിന്ന് അതിന്റെ കിളിർപ്പ് വരുന്നത് പോലെ, യെസ്, നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് സംഭവിക്കും. വിശ്വസിക്കുക. ദൈവം അത്ഭുതം ചെയ്യും. കർത്താവെ, ഒരു നിമിഷം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കും. ഈ കുഞ്ഞുങ്ങളെല്ലാം വചനം കേൾക്കുന്ന എല്ലാവരും തിരികെ സമർപ്പിക്കും. അവിടെ അവസ്ഥകൾക്ക് ഈ പകൽക്കാലം അങ്ങ് ഭേദം വരുത്തണം. അവരുടെ ജീവിതങ്ങളിൽ തളിർപ്പുണ്ടാകട്ടെ കർത്താവെ. കണ്ണുനീരോടെ വിതയ്ക്കുന്ന ആർപ്പോടുക കർത്താവിന്റെ വചനം തന്നെ മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.